ഡിയർ സ്റ്റുഡൻസ്, BA സോഷ്യോളജി 4th സെമസ്റ്ററിൻ്റെ സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ വീഡിയോ. ഹിന്ദു സാമൂഹിക ക്രമത്തിൽ വിവാഹത്തിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഇൻ ദ ഹിന്ദു സോഷ്യൽ ഓർഡർ there are different forms of marriage. The first one, monogamy, marriage of a man to a single woman. Monogamy, marriage of a man to a single woman. ഒരു സമയം ഒരു സ്ത്രീ മാത്രം ഭാര്യയായുണ്ടാകുന്ന വിവാഹ രീതിയാണ് ഏകപത്നിത്വം അഥവാ ഏക ഭാര്യത്വം. ഈ രീതിയാണ് ഇന്ന് കൂടുതൽ ആളുകളും പിന്തുടരുന്നത്. രണ്ടാമത്തേത് പോളിഗാമി, മാരേജ് ഓഫ് എ മാൻ ഓർ വുമൻ ടു സെവറൽ സ്പൗസസ്. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നതോ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്നതോ ആണ് പോളിഗാമി. ഇത് രണ്ടും ഇന്ത്യയിൽ വ്യാപകമാണ്. പോളിഗാമി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോളിഗാമി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്, പോളിഗിനി ആൻഡ് പോളിയാൻഡ്രി. പോളിഗിനി എന്ന് വെച്ചാൽ ബഹുഭാര്യാത്വം, മാരേജ് ഓഫ് എ മാൻ ടു സെവറൽ വിമൻ അറ്റ് ദി സെയിം ടൈം, മാരേജ് ഓഫ് എ മാൻ ടു സെവറൽ വിമൻ അറ്റ് ദി സെയിം ടൈം. ആൻഡ് പോളിയാൻഡ്രി, പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വം, അതായത് മാരേജ് ഓഫ് എ വുമൻ ടു സെവറൽ മെൻ, അതായത് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരെ വരിക്കുന്ന രീതിയാണ്. അതിനാണ് ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ പോളിഗിനി അല്ലെങ്കിൽ ബഹുഭാര്യാത്വം എന്നും, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ പോളിയാൻഡ്രി, ബഹുഭർത്തൃത്വം എന്നും വിളിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഹിന്ദു രചനകളിൽ പുനർജന്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. വി ക്യാൻ ഫൈൻഡ് റെഫറൻസസ് ടു റീഇൻകാർണേഷൻ ഇൻ ഹിന്ദു റൈറ്റിംഗ്സ് ഡേറ്റിംഗ് ബാക്ക് thousands ഓഫ് ഇയേഴ്സ്. 1955 ഹിന്ദു വിവാഹ നിയമം പാസാക്കുന്നതിന് മുൻപ് ഒരു ഹിന്ദു പുരുഷന് ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ ആവശ്യമെങ്കിൽ വിവാഹം കഴിക്കാം. Prior to the passage of the Hindu Marriage Act of 1955, a Hindu man may marry more than one woman at the same time. അപ്പോൾ ഇവിടെ നമ്മൾ പോളിഗിനി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ പറയുന്നതാണ് പോളിഗിനി. അതുപോലെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ പോളിയാൻഡ്രി എന്നും വിളിക്കുന്നുണ്ട്. 1955 ഹിന്ദു വിവാഹ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ഒരു ഹിന്ദു പുരുഷന് വേണമെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാമായിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ ബഹുഭാര്യാത്വം പതിവില്ലായിരുന്നു. എന്നാൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്കിടയിൽ അത് നിയമപരമായിരുന്നു. രാജാക്കന്മാർ, മൂപ്പന്മാർ അല്ലെങ്കിൽ മേധാവികൾ, ഗ്രാമത്തലവന്മാർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ ഒരു ചെറിയ ശതമാനം ജനങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വം എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പോളിഗിനി ഈസ് നോട്ട് ഫ്രീക്വൻറ്റ് എമംഗ് ഹിന്ദുസ് despite the fact that it is legal. Only a small percentage of the population such as monarchs, chieftains, village headmen and members of the landed elite practiced polygyny. Polyandry is even less common than polygyny. A few Kerala castes practiced polyandry until recently. ബഹുഭാര്യാത്വത്തേക്കാൾ വളരെ കുറവായിരുന്നു ബഹുഭർത്തൃത്വം. ഏതാനും കേരളീയ ജാതികൾക്കിടയിൽ അടുത്ത കാലത്തും ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. വിവാഹത്തിലെ നിലവിലെ പ്രവണതകൾ നമുക്ക് നോക്കാം. Let us look at the current trends in the marriage. Monogamy is the most common type of marriage. In several places of India, bigamous marriage has been reported among Hindus. Bigamous marriage is having 2 spouses at a time. Bigamous marriage is having
two spouses at a time. It is the man who, on many occasions, commits bigamy and avoids punishment by exploiting legal loopholes. ഇന്ന് ഏകഭാര്യ വിവാഹമാണ് ഏറ്റവും സാധാരണമായ രീതി. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ബിഗാമി ഉള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ബിഗാമി എന്നാൽ ഒരു പുരുഷന് ഒരേ സമയം 2 ഭാര്യമാർ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം 2 ഭർത്താക്കന്മാർ ഉണ്ടാകുന്ന അവസ്ഥ എന്നാണ്. അതായത് ബിഗാമസ് മാരേജ് ഈസ് ഹാവിങ് 2 spouses at a time. It is the man who, on many occasions, commits bigamy and avoids punishment by exploiting legal loopholes. The wife is frequently know that her husband's second marriage, and even if she is unaware of her legal rights and accepts her fate. പല സന്ദർഭങ്ങളിലും ദ്വിഭാര്യത്വമുള്ള പുരുഷൻ നിയമപരമായ പഴുതുകൾ മുതലെടുത്ത് ശിക്ഷകളിൽ നിന്ന് ഒഴിവാകുന്നു. അവോയ്ഡ്സ് പണിഷ്മെൻറ്റ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ലീഗൽ ലൂപ്ഹോൾസ്. ഭർത്താവിൻ്റെ 2ാം വിവാഹത്തെ പലപ്പോഴും ഭാര്യ അവഗണിക്കുന്നു. കൂടാതെ അവൾക്ക് താല്പര്യമില്ലെങ്കിലും, ഭർത്താവിൻ്റെ 2ാം വിവാഹം താല്പര്യമില്ല എങ്കിലും നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാത്തതിനാൽ ഭർത്താവിൻ്റെ 2ാം വിവാഹത്തെ ഒരു വിധിയായി അവർ അംഗീകരിക്കുന്നു. ചേഞ്ചസ് ഇൻ ദി മാരേജ്. ചേഞ്ചസ് ഇൻ മാരേജ് ഫോംസ്. ഒന്നാമത്തെയാണ് ചേഞ്ചസ് ഇൻ മാരേജ് ഫോംസ്. While monogamy was the most common type of marriage in traditional Hindu society, polyandry, polygamy, bigamy and marriage by trade were also common. Polygamy, polyandry and exchange marriages have all reduced significantly over time. The most Indians now practice monogamy. പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും സാധാരണമായ വിവാഹം ഏകഭാര്യത്വമായിരുന്നപ്പോൾ തന്നെ ബഹുഭർത്തൃത്വം, ബഹുഭാര്യാത്വം, ദ്വിഭർത്തൃത്വം, ദ്വിഭാര്യാത്വം, അതുപോലെ വ്യാപാര വിവാഹം, മാരേജ് ബൈ ട്രേഡ് എന്നിവയും സാധാരണമായിരുന്നു. ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം, അതുപോലെ മാറ്റക്കല്യാണങ്ങൾ എന്നിവ എല്ലാം കാലക്രമേണ ഗണ്യമായി കുറഞ്ഞു. മിക്ക ഇന്ത്യക്കാരും ഇപ്പോൾ ഏകഭാര്യത്വം പരിശീലിക്കുന്നു. അപ്പോൾ പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൽ സാധാരണമായിട്ട് ഏകഭാര്യത്വം ആയിരുന്നു എങ്കിലും ബഹുഭർത്തൃത്വമുള്ളവരുണ്ടായിരുന്നു, അതുപോലെ ബഹുഭാര്യത്വം ഉള്ളവരുണ്ട്, അതുപോലെ 2 പേരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ 2 സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷൻ, അതുപോലെ ട്രേഡിന് വേണ്ടി വ്യാപാരങ്ങൾക്കായിട്ടുള്ള വിവാഹം, ഇതെല്ലാം സാധാരണമായിരുന്നു. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് മാരേജസ് ഉണ്ടായിരുന്നു, മാറ്റ കല്യാണം. ഇവയെല്ലാം തന്നെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നു. ഇപ്പോൾ മിക്ക ഇന്ത്യക്കാരും മോണോഗാമിയാണ് പരിശീലിക്കുന്നത്, ഏകഭാര്യത്വം പരിശീലിക്കുന്നു. ചേഞ്ച് ഇൻ ദി എയിം ആൻഡ് പർപ്പസ് ഓഫ് മാരേജ്. വിവാഹത്തിൻ്റെ ഉദ്ദേശ്യത്തിലും ആവശ്യത്തിലുമുള്ള മാറ്റം. ചേഞ്ച് ഇൻ ദി എയിം ആൻഡ് പർപ്പസ് ഓഫ് മാരേജ്. The traditional Hindu marriage consider dharma as for performance of religious duties. പരമ്പരാഗത ഹിന്ദു വിവാഹം ധർമ്മം ആയി, അതായത് മതപരമായ കടമകളുടെ നിർവഹണത്തിന് വേണ്ടി എന്നാണ് പരിഗണിച്ചിരുന്നത്. Earlier, the marriages were to perform the sacred duties and functions. മുൻകാലങ്ങളിൽ വിവാഹങ്ങൾ പവിത്രമായ കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ദ പ്രൈം ഫങ്ഷൻ വാസ് ടു ബിക്കം കിൻസ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദി ഫാമിലി. അതായത് കുടുംബത്തിൻ്റെ സ്വന്തക്കാരും സംരക്ഷകരും ആകുക എന്നതായിരുന്നു വിവാഹത്തിൻ്റെ പ്രധാന പ്രവർത്തനം.
ബഹുജന മാധ്യമങ്ങൾ, ഉപഭോക്തൃവാദം, ആഗോളവൽക്കരണം തുടങ്ങിയ വിവിധ ഘടകങ്ങളുടെ വരവോടെ പവിത്രമായ തരത്തിലുള്ള ബന്ധങ്ങൾ മങ്ങിത്തുടങ്ങി. ബഹുമാനം, വിശ്വസ്തത, ആത്മാർത്ഥത തുടങ്ങിയവയെല്ലാം മാറ്റി പകരം ബഹുമാനക്കുറവ്, വിശ്വസ്തതയില്ലായ്മ, അത്യാഗ്രഹം തുടങ്ങിയവയിലേക്ക് അതിൻ്റെ ലക്ഷ്യവും പ്രവർത്തനവും ഒക്കെ മാറി. ദ എയിംസ് ആൻഡ് പർപ്പസ് ഹാവ് ചേഞ്ച്ഡ് ദെയർ മീനിങ്സ് ഫ്രം റെസ്പെക്ട്, ഫെയ്ത്ത്ഫുൾനെസ്, സിൻസിയറിറ്റി ടു ലെസ് റെസ്പെക്ട്, ഗ്രീഡ് ആൻഡ് അൺഫെയ്ത്ത്ഫുൾനെസ് എറ്റ്സെട്ര. ഇപ്പോൾ പരമ്പരാഗത ഹിന്ദു വിവാഹം ധർമ്മമായി, അതായത് മതപരമായ കടമകളുടെ നിർവഹണത്തിന് വേണ്ടി എന്നാണ് പരിഗണിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ വിവാഹങ്ങൾ പവിത്രമായ കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കുടുംബത്തിൻ്റെ സ്വന്തക്കാരും സംരക്ഷകരും ആകുക എന്നതായിരുന്നു വിവാഹത്തിൻ്റെ പ്രധാന പ്രവർത്തനം. ബഹുജന മാധ്യമങ്ങൾ, ഉപഭോക്തൃവാദം, ആഗോളവൽക്കരണം, അതായത് മാസ് മീഡിയ, കൺസ്യൂമറിസം, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ വിവിധ ഘടകങ്ങളുടെ വരവോടെ പവിത്രമായ തരത്തിലുള്ള ബന്ധങ്ങൾ മങ്ങി. അതുപോലെ ബഹുമാനം, വിശ്വസ്തത, ആത്മാർത്ഥത അതെല്ലാം മാറ്റി പകരം ബഹുമാനക്കുറവ്, വിശ്വസ്തതയില്ലായ്മ, അത്യാഗ്രഹം എന്നിവയിലേക്ക് ലക്ഷ്യവും പ്രവർത്തനവും മാറി എന്നാണ് പറയുന്നത്. ദ എയിംസ് ആൻഡ് പർപ്പസസ് ഹാവ് ചേഞ്ച്ഡ് ദെയർ മീനിങ്. The aims and purposes have changed their meaning from respect, faithfulness, sincerity to less respect, greed and unfaithfulness, etc. 3. Change in process of mate selection. ഇന്ന് മെയ്ഡ് സെലക്ഷൻ, ഇണയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രോസസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇൻ ഓൾഡൻ ടൈംസ് പാരൻസ് യൂഷ്വലി സെലക്റ്റഡ് ദ സ്പൗസ് and there was hardly any say of the girl. പഴയ കാലങ്ങളിൽ സാധാരണയായി മാതാപിതാക്കളായിരുന്നു മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്ത് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് തൻ്റെ വരനെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു റൈറ്റും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പങ്കാളിത്തം ഇല്ലായിരുന്നു. രക്ഷിതാക്കളാണ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. There are numerous stories and stocks which support that parents used to marry their daughters according to their own will. മാതാപിതാക്കൾ തങ്ങൾക്ക് സമ്മതനായ ആളെ കൊണ്ടാണ് മകളെ വിവാഹം കഴിപ്പിച്ചിരുന്നത്. പെൺകുട്ടികൾക്ക് സാധാരണ അതിൽ അഭിപ്രായം പറയാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന ധാരാളം കഥകളും മറ്റുമുണ്ട്. അപ്പോൾ പഴയ കാലത്ത് സാധാരണയായി മാതാപിതാക്കളായിരുന്നു മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്ത് കൊടുത്തിരുന്നത്. പെൺകുട്ടിക്ക് ഇണയുടെ തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഇല്ലായിരുന്നു. മാതാപിതാക്കൾ തങ്ങൾക്ക് സമ്മതനായ ആളെ കൊണ്ടാണ് മകളെ വിവാഹം കഴിപ്പിച്ചിരുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന ധാരാളം കഥകളും ഖ്യാതികളും ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വിവാഹത്തിന് മുമ്പ് പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം പെൺകുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസം വർദ്ധിച്ചു, അതുപോലെ നഗരവൽക്കരണം, സാമ്പത്തിക സ്വാതന്ത്ര്യം പോലുള്ള ഘടകങ്ങളാണ്. Now due to various factors like increasing education among girls, urbanization, economic independence, etc., children are consulted in marriage matters, and even girl and boy talk and try to know the views of each other before executing marriage ceremonies. മുമ്പ് ഇടനിലക്കാർ അല്ലെങ്കിൽ വിവാഹദല്ലാൾമാർ മുഖാന്തരമായിരുന്നു വിവാഹങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് അതിന് സ്ഥാനത്ത് പത്രങ്ങളിൽ മാട്രിമോണിയൽ സൈറ്റുകളുണ്ട്, അതുപോലെ ഇൻ്റർനെറ്റിൽ ഒരുപാട് മാട്രിമോണിയൽ സൈറ്റുകളുണ്ട്, പിന്നെ അതിന് പ്രത്യേകം ഏജൻസികളുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. The marriages which were earlier held by middlemen are now replaced with matchmaking agencies and advertisement by newspaper and various matrimonial social networking sites. അപ്പോൾ ഇന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് രക്ഷിതാക്കളാണ് വിവാഹത്തിന് കുട്ടികളെ കണ്ടെത്തി സ്വന്തം മക്കൾക്ക് വിവാഹം നടത്തി കൊടുത്തിരുന്നത്. പെൺകുട്ടികൾക്കാണ് യാതൊരു അവസരവും ഇല്ല അഭിപ്രായങ്ങൾ പറയാൻ.
അപ്പോൾ പെൺകുട്ടിയെ ആരെ വിവാഹം കഴിക്കണമെന്ന് രക്ഷിതാക്കളാണ് തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടികൾ വിവാഹകാര്യങ്ങളിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ചർച്ച ചെയ്യുവാനും അവർക്ക് അതിനുള്ള അവസരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതിനുള്ള കാരണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ധാരാളം പെൺകുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ്. അതുപോലെ അർബനൈസേഷൻ, നഗരവൽക്കരണം, അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതുപോലുള്ള ഘടകങ്ങൾ അവരെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ട് ദല്ലാൾമാർ, ഇടനിലക്കാരാണ് വിവാഹം നടത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ, ബ്രോക്കർമാരൊക്കെ ആണ് വിവാഹങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ, ഇന്ന് ആ സ്ഥാനത്ത് പത്രങ്ങളും അതുപോലെ ഇൻ്റർനെറ്റ് മാട്രിമോണിയൽ സൈറ്റുകളും എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ചേഞ്ച് ഇൻ ദി ഏജ് അറ്റ് മാരേജ്, വിവാഹപ്രായത്തിൽ വന്ന മാറ്റം. ഇന്ത്യയിൽ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹിതരായിരുന്നു. പഴയകാലത്ത് ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ വിവാഹിതരായിരുന്നു. ശൈശവ വിവാഹമൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് രാജസ്ഥാനി പെൺകുട്ടികൾ വിവാഹം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ, അതായത് 3-4 വയസ്സിൽ തന്നെ വിവാഹിതരായിരുന്നു. അതുപോലെ പരമ്പരാഗത ഇന്ത്യൻ സമൂഹങ്ങളിൽ വിവാഹ സമ്പ്രദായം എന്നത് വളരെ ചെറു പ്രായത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നതെല്ലാം മാറി പെൺകുട്ടിക്ക് 18 വയസ്സ്, ആൺകുട്ടിക്ക് 21 വയസ്സ് എന്നുള്ള നിലയിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അതും പെൺകുട്ടിയുടെ വയസ്സും 21 ആക്കണം എന്നുള്ളൊരു അഭിപ്രായം വരെ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഏജ് അറ്റ് മാരേജ് ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ചിൽഡ്രൻ യൂസ്ഡ് ടു മാരി അറ്റ് എ യങ് ഏജ്, എസ്പെഷ്യലി ഗേൾസ്. പെൺകുട്ടികൾ വളരെ ചെറുപ്രായത്തിലെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. പെൺകുട്ടികളുടെ വിവാഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ നടന്നിരുന്നു. Rajasthani girls, for example, were married at a young age, around the age of 3 or 4 years, even though they had no idea what marriage meant. In traditional Indic communities, the marriage system was primarily reliant on planned marriages from an early age. Change in stability of marriage, increase in divorce rates, വിവാഹത്തിൻ്റെ സ്ഥിരതയിലെ മാറ്റം, വിവാഹമോചനത്തിലെ വർധനവ് നിരക്കുകൾ. പണ്ട് വിവാഹം വളരെ സുസ്ഥിരമായ ഒരു സ്ഥാപനമായിരുന്നു. വിവാഹമോചനങ്ങൾ വളരെ കുറവായിരുന്നു. മാരേജ് വാസ് എ വെരി സ്റ്റേബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് ദർ വർ വെരി ഫ്യൂ ഡിവോഴ്സസ്. ഫിയർ ഓഫ് കിൻഷിപ്പ് ആൻഡ് സ്ട്രിക്റ്റ് സോഷ്യൽ റൂൾസ് made it impossible for married spouses to end their marriages, regardless of whether they wanted to live together or not. Divorce used to associate with a lot of shame, and there was a lot of pressure for the sake of the children as well as for the sake of appearances and family honor. അതായത് പണ്ട് വിവാഹം വളരെ സുസ്ഥിരമായിരുന്നു, വിവാഹമോചനങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. ബന്ധുത്വ ഭയം, കർശനമായ സാമൂഹിക നിയമങ്ങൾ എന്നിവ വിവാഹിതരായ ദമ്പതിമാർക്ക് വിവാഹബന്ധം അവസാനിപ്പിക്കുന്നത് അസാധ്യമാക്കി. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിലും ഉണ്ടെങ്കിലും വിവാഹമോചനം സാധ്യമല്ലായിരുന്നു. മാത്രമല്ല അത് വളരെ ലജ്ജാകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കുടുംബത്തിൻ്റെ സൽപ്പേരിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും വിവാഹമോചനം നടത്താതിരിക്കാൻ വളരെയധികം സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിവാഹമോചനം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്താവുന്നതേ ഉള്ളൂ. അതിൻ്റേതായ ചില നടപടിക്രമങ്ങൾ ഉണ്ട്. പഴയ കാലത്താണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ആ ബന്ധം എത്രമാത്രം ബുദ്ധിമുട്ടാണെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. ഇന്നങ്ങനെയില്ല. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ രണ്ടുപേർക്കും രണ്ടായിട്ട് ജീവിക്കാം, അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം. ആൻ ഇൻക്രീസ് ഇൻ ഇൻ്റർകാസ്റ്റ് മാരേജസ്, മിശ്ര വിവാഹങ്ങളുടെ വർധനവ്. Until recently, families would not allow their children to marry someone from a different caste or religion. അടുത്ത കാലം വരെ കുടുംബങ്ങൾ തങ്ങളുടെ കുട്ടികളെ മറ്റ് ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇൻ ഇൻ്റർകാസ്റ്റ് മാരേജ്, റിലീജിയൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ഇൻ്റർകാസ്റ്റ് മാരേജിൽ അല്ലെങ്കിൽ മിശ്ര വിവാഹത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻ്റർകാസ്റ്റ് മാരേജസ് വെയർ ലെസ് കോമൺ എമംഗ് മുസ്ലിം and other religious women than among Hindu women. മുസ്ലിങ്ങൾക്കിടയിലും മറ്റ് മതസ്ഥരായ സ്ത്രീകൾക്കിടയിലും അന്തർജാതി വിവാഹങ്ങൾ ഹിന്ദു സ്ത്രീകളെക്കാൾ വളരെ കുറവായിരുന്നു.
intercaste marriage, it brings about a union of a man and woman belonging to two different castes. ഒരേ ജാതിയിൽപ്പെട്ട വ്യത്യസ്ത ജാതിയിൽപ്പെട്ട രണ്ട് പേര് തമ്മിലുള്ള വിവാഹം, ഇൻ്റർകാസ്റ്റ് മാരേജ്, അത് ഹിന്ദു സ്ത്രീകളിലാണ് താരതമ്യേന ഉണ്ടായിരുന്നത്. ഇന്ന് ഇൻ്റർകാസ്റ്റ് മാരേജ് എല്ലാം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഇക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് മാരേജസ്, വിവാഹങ്ങളുടെ സാമ്പത്തിക വശം. ഇൻ സിറ്റീസ്, marriages are more commonly held as a social or civil event rather than a religious service. Over the last few years, the concept of an Indian marriage has undergone significant alterations. സാധാരണയായി നഗരങ്ങളിൽ വിവാഹങ്ങൾ മതപരമായ ആഘോഷത്തേക്കാൾ വ്യക്തിപരമോ സാമൂഹ്യപരമോ ആയി നടത്തപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വിവാഹം എന്ന സങ്കല്പം അല്ലെങ്കിൽ ആശയം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. Over the last few years, the concept of an Indian marriage has undergone significant alterations. Even though the guest list was enormous, the event was traditionally a family affair with a limited budget. അതിഥികളുടെ ലിസ്റ്റ് വളരെ വലുതാണെന്നിരുന്നാലും വിവാഹം പരിമിതമായ ബജറ്റിലുള്ള പരമ്പരാഗതമായ ഒരു കുടുംബകാര്യം ആയിരുന്നു. ഇന്ന് ഇന്ത്യൻ വിവാഹം എന്ന സങ്കല്പം അല്ലെങ്കിൽ ആശയം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പഴയ കാലത്ത് അതൊരു പരമ്പരാഗതമായ ഒരു കുടുംബകാര്യമാണ്. അതിഥികളുടെ ലിസ്റ്റ് എത്ര വലുതായിരുന്നാലും ഒരു പരിമിതമായ ബജറ്റിലുള്ള ഒരു രീതിയിലാണത് നടത്തിക്കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് വിവാഹം എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒന്നായിട്ടുണ്ട്. വധുവിൻ്റെ ആഭരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ സദ്യയുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ അത് നടത്തുന്ന സ്ഥലം, വലിയ വലിയ ഹോളുകൾ ബുക്ക് ചെയ്ത് വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേരുന്ന ഒരു വലിയ ആഘോഷമാണെന്ന് വിവാഹം എന്ന് പറയുന്നത്. അതിന് ധാരാളം സാമ്പത്തികമായ ചെലവുകളുണ്ട്. അങ്ങനെ അതൊരു വലിയൊരു ആഘോഷമാണ്. കേവലം മതപരമായ ആഘോഷമല്ല, ഒരു സമൂഹത്തിലുള്ള എല്ലാവരും കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു വലിയ ആഘോഷമായിട്ട് ഇന്ന് ഇന്ത്യൻ വിവാഹം മാറിയിട്ടുണ്ട്.